ഋതുനന്ദനം. അരുൺ എസ് ഡാനി. അഞ്ജന അഭിരാമിയുടെ തല നേരെ തിരിച്ചൊരു പരിഹാസത്തോടെ മുഖം കൂട്ടി. അമ്മ ഇതുകൂടി കേട്ടോളൂ. ഇത്രയും കാലം അമ്മയെ ദൈവത്തെ പോലെയാ ഞാൻ കൊണ്ടു നടന്നത്. അമ്മയെപ്പോലൊരു സ്ത്രീ ഞങ്ങളുടെ അമ്മയായതിൽ ഞാൻ ഇന്നും അഭിമാനം കൊണ്ടിരുന്നു. ആ വിഗ്രഹം എൻ്റെ മനസ്സിൽ തകർന്നു കഴിഞ്ഞു. ഞാൻ പോകുകയാണ് എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക്. അമ്മ മനഃപൂർവ്വം ഞങ്ങൾക്ക് നിഷേധിച്ച അച്ഛൻ്റെ സ്നേഹം ഇനിയുള്ള കാലമെങ്കിലും എനിക്ക് വേണം. ഒരു കാര്യത്തിൽ അമ്മയോട് എനിക്ക് നന്ദിയുണ്ട്. മരിച്ചു മണ്ണടഞ്ഞ കാമുകനോടുള്ള സ്നേഹത്തിൽ അച്ഛനെ പിരിഞ്ഞ അമ്മ ഞങ്ങളെ കൊന്നില്ലല്ലോ. അക്കാര്യത്തിൽ എനിക്ക് അമ്മയോട് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട്. അഭിരാമി അഞ്ജനയോട് പറഞ്ഞു നിർത്തി. അഞ്ജന തന്റെ മുറിയിലേക്ക് ധൃതിയിൽ നടന്നു നീങ്ങി. അഭിരാമി മിത്രയുടെ നേരെ തിരിഞ്ഞു. മിത്തു, ഇപ്പൊ മനസ്സിലായില്ലേ അമ്മയ്ക്ക് കലാകാരന്മാരോട് എന്തിനായിരുന്നു ഇത്ര ദേഷ്യമെന്നും നൃത്തം പഠിക്കാൻ നീ താല്പര്യപ്പെട്ടപ്പോൾ അമ്മ അതിനോട് താല്പര്യം കാണിക്കാത്തതുമൊക്കെ എന്തിനായിരുന്നുവെന്ന്? എല്ലാം നമ്മുടെ അച്ഛനോടുള്ള ദേഷ്യം കാരണം. ഞാൻ പോവുകയാണ് നമ്മുടെ അച്ഛൻ്റെ അടുത്തേക്ക്. അച്ഛനെ കൂട്ടി വൈകാതെ വരാം. നിന്നെയും കൂട്ടിക്കൊണ്ടു പോകും. അപ്പോൾ നിനക്ക് ഇവിടെ തന്നെ നിൽക്കണമെന്നാണെങ്കിൽ അങ്ങനെയും ആവാം. ഞാൻ വേറൊരു ദിവസം തിരിച്ചു വരുന്നത് വരെ എന്ത് വേണമെന്ന് നീ തീരുമാനിക്ക്. അഭിരാമി മിത്രയുടെ അടുത്തിരുന്ന് അവളെ തഴുകിക്കൊണ്ട് പറഞ്ഞു. മിത്ര മറുപടി ഒന്നും പറയാതെ നിറമിഴികളോടുകൂടി അഭിരാമിയെ നോക്കി. അഭിരാമി ഒന്നും നോക്കാതെ പുറത്തേക്ക് നടന്നു. മിത്രയുടെ മനസ്സിലും അമ്മയെന്ന വിഗ്രഹം തകർന്നു കഴിഞ്ഞിരുന്നു. അവൾ അഭിരാമിയോട് പോകുന്നത് കണ്ണുനീരോടെ നോക്കി നിശ്ചലമായിരുന്നു. വാതിൽ തുറന്ന് തന്റെ മുറിക്കകത്തേക്ക് കയറിയ അഞ്ജന പൊടുന്നനെ വാതിലടച്ച് കുറ്റിയിട്ടു. വാതിൽ ചാരിയൊരു തളർച്ചയോടെ അവൾ താഴേക്കിരുന്നു. അവരുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. കുറച്ചു മുൻപ് അപ്രതീക്ഷിതമായി നടന്നതിന്റെ ആഘാതത്തിൽ നിന്നും അവർ അപ്പോഴും മുക്തയായിരുന്നില്ല. ഇത്രയും കാലം അമ്മയെ ദൈവത്തെ പോലെയാ ഞാൻ കൊണ്ടു നടന്നത്. അമ്മയെപ്പോലൊരു സ്ത്രീ ഞങ്ങളുടെ അമ്മയായതിൽ ഞാൻ എന്നും അഭിമാനം കൊണ്ടിരുന്നു. ആ വിഗ്രഹം എൻ്റെ മനസ്സിൽ തകർന്നു കഴിഞ്ഞു. കുറച്ചു മുൻപ് അഭിരാമി പറഞ്ഞ വാക്കുകൾ അവരുടെ കർണപുടങ്ങളിൽ അലയടിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും ലച്ചു, കുഞ്ഞുങ്ങളെ എന്നിൽ നിന്നും അകറ്റരുത്. നിനക്ക് എന്നോടുള്ള വെറുപ്പിന് അവരെയും കൊണ്ട് പോകരുത്. നിനക്കുള്ള അതേ അവകാശം എനിക്കുമുണ്ട്. നമ്മുടെ മക്കളിൽ നീ കൊണ്ടുപോയാലും അവരുടെ അച്ഛൻ ഞാനാണെന്ന സത്യം എന്നെങ്കിലും ഒരിക്കൽ അവരറിയും. അന്നവർ നിന്നെ വെറുക്കും. എനിക്കത് സഹിക്കാൻ കഴിയില്ല. പോകരുത് ലച്ചു. അഞ്ജനയുടെ കാതുകളിൽ വർഷങ്ങൾക്ക് മുൻപ് ഗദ്ഗതം നിറഞ്ഞ അപേക്ഷയുടെ അലയൊലികൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. ദേവദത്തന്റെ സ്വരം. തൻ്റെ മക്കളുടെ അച്ഛനായ, അഗ്നിസാക്ഷിയായി തൻ്റെ കഴുത്തിൽ താലി ചാർത്തിയ പുരുഷനായ, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തന്നെ സ്വന്തമാക്കിയവനുമായ ദേവദത്തന്റെ സ്വരം. അഞ്ജനയുടെ മനസ്സിൽ ദേവദത്തനെ കുറിച്ചുള്ള ഓർമ്മകൾ നിറഞ്ഞു. അവരുടെ മനസ്സ് 22 വർഷത്തോളം പുറകിലോട്ട് പോയിക്കൊണ്ടിരുന്നു. ശ്രീകുട്ടി. സാവിത്രിയുടെ ഉച്ചത്തിലുള്ള വിളി കേട്ട ശ്രീലക്ഷ്മി എന്ന അഞ്ജന പെട്ടെന്ന് ഉറക്കമുണർന്നു. അവൾ വാച്ചെടുത്ത് സമയമൊന്ന് നോക്കി. അയ്യോ, 7:30 ആവാറായിരിക്കുന്നു. ഇത്രയ്ക്കൊന്നും വൈകുന്നതല്ല. എന്നും 6:30-ക്കെങ്കിലും എഴുന്നേറ്റ് മുറ്റമൊക്കെ അടിക്കുന്നതാ. ഇന്ന് എഴുന്നേൽക്കാൻ വൈകിയല്ലോ. രാവിലെ തന്നെ അമ്മയുടെ അടുത്തു നിന്നും എന്തെങ്കിലും നല്ലപോലെ കേൾക്കാം. എഴുന്നേൽക്കാൻ വൈകിയതിന് സ്വയം ശപിച്ചുകൊണ്ട് ശ്രീലക്ഷ്മി ചിന്തിച്ചു. ശ്രീകുട്ടി, ഇതുവരെ എഴുന്നേൽക്കാനായില്ലേ? കോളേജിൽ പോകേണ്ടതൊന്നും ഓർമ്മയില്ലേ ഈ പെണ്ണിന്? സാവിത്രിയുടെ ഉച്ചത്തിലുള്ള വിളി ശ്രീലക്ഷ്മിയിൽ വീണ്ടും കേട്ടു. ഇനിയും വൈകിയാൽ അമ്മ ചിലപ്പോൾ ചട്ടുകവുമായി ഇങ്ങോട്ടെത്തും. വേഗം ചെന്ന് കൈപ്പറ്റാനുള്ളതൊക്കെ കൈപ്പറ്റിയേക്കാം. ശ്രീലക്ഷ്മി വേഗം കട്ടിൽ നിന്നും എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നീങ്ങി. അടുക്കളയിലെത്തിയ ശ്രീലക്ഷ്മി ദോശ ചുടുന്ന അമ്മയെ കണ്ടു. അവൾ പമ്മി പമ്മി അടുക്കളയിലേക്ക് കയറി ദോശ ചുടുന്ന സാവിത്രിയുടെ അടുത്തേക്ക് നീങ്ങി. അമ്മ, ചായ ആയില്ലേ? ഒരു ചെറുചിരിയോടെ മടിച്ചുകൊണ്ട് ശ്രീലക്ഷ്മി സാവിത്രിയോടായി ചോദിച്ചു. ചായ? എടി, ഇവിടെ കോളേജിൽ പോകുന്നത് ആരാ? ഞാനോ അതോ നീയോ? മൂട്ടില് വെയിലടിക്കുമ്പോൾ എഴുന്നേറ്റ് വരും. രാവിലെ എഴുന്നേറ്റ ആ മുറ്റം അടിക്കാൻ പോലും പെണ്ണിന് സമയമില്ല. സാവിത്രി നീരസം കലർന്ന ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് തന്റെ ജോലി തുടർന്നുകൊണ്ടിരുന്നു. അമ്മ, ഇന്നൊരു ദിവസം വൈകിയതിനാണോ അമ്മയുടെ പ്രഭാഷണം? മിക്കവാറും ദിവസവും അതൊക്കെ ഞാൻ ചെയ്യുന്നതല്ലേ? ശ്രീലക്ഷ്മി തലയിൽ കൈയും വെച്ചുകൊണ്ട് അമ്മയ്ക്ക് മറുപടി നൽകി. എടി, പെൺകുട്ടികളായാലും ഒരു ചിട്ടയൊക്കെ വേണം. നാളെ വേറൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇതുപോലെയൊക്കെ പെരുമാറിയാൽ എന്നെ അവിടെയുള്ളവർ കുറ്റം പറയൂ. സാവിത്രി ശ്രീലക്ഷ്മിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ശ്രീലക്ഷ്മി തന്റെ ധാവണിയുടെ തുമ്പെടുത്ത് ഒന്ന് എളിയിൽ കുത്തി. അമ്മ, അതൊക്കെ സാഹചര്യത്തിനനുസരിച്ച് ഞാൻ ചെയ്തോളാം. അമ്മ അതോർത്ത് ഇപ്പോഴേ വേവലാതിപ്പെടേണ്ട. ശ്രീലക്ഷ്മി അതും പറഞ്ഞ് അമ്മ ഉണ്ടാക്കി വെച്ച ചായ എടുത്ത് ഗ്ലാസ്സിലേക്ക് പകർന്നെടുത്ത് കുടിക്കുവാൻ തുടങ്ങി. വൈകി എഴുന്നേറ്റതും പോരാഞ്ഞിട്ട് പല്ല് പോലും തേക്കാതെയാണോ ചായ എടുത്ത് മോന്തുന്നത്? സാവിത്രി ലക്ഷ്മിയുടെ പ്രവൃത്തി ഒട്ടും ഇഷ്ടപ്പെടാതെ ചോദിച്ചു. ഓ പിന്നെ, കാട്ടിലെ സിംഹവും ആനയും ഒക്കെ പല്ല് തേച്ചിട്ടല്ലേ? ശ്രീലക്ഷ്മി സാവിത്രിയുടെ നേരെ ഒന്ന് കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു.
ഈ ചട്ടകം കൊണ്ടൊന്ന് തന്നാലുണ്ടല്ലോ, കുരുത്തക്കേട് കാണിച്ചിട്ടിരുന്ന ന്യായം പറഞ്ഞാലുണ്ടല്ലോ, ഇത്ര വലുതായെന്നൊന്നും നോക്കില്ല, നല്ല പെട ഞാൻ തരും. ശ്രീലക്ഷ്മിയുടെ നേരെ ചട്ടുകുമെന്ന് ഓങ്ങിക്കൊണ്ട് സാവിത്രി മറുപടി പറഞ്ഞു. ശ്രീലക്ഷ്മി ചിരിച്ചുകൊണ്ട് ചായയും കൊണ്ട് ഒഴിഞ്ഞു മാറി നിന്നു. അവൾ ചായ ഗ്ലാസ് ചുണ്ടോട് അടുപ്പിച്ചു. ഇവിടെ ആരുമില്ലേ? പുറത്തുനിന്നും ഒരു ശബ്ദം സാവിത്രിയും ശ്രീലക്ഷ്മിയും കേട്ടു. ശ്രീകുട്ടി, ഒന്ന് പോയി നോക്കാറാണെന്ന് ചായ കുടിക്കുന്ന ശ്രീലക്ഷ്മിയോട് സാവിത്രി നിർദ്ദേശിച്ചു. അമ്മ പോയി നോക്ക്, ഞാൻ ചായ കുടിക്കുന്നത് കണ്ടില്ലേ? ശ്രീലക്ഷ്മി അമ്മയോട് പറഞ്ഞു. തർക്കുത്തരം പറയാതെ പറഞ്ഞതനുസരിക്ക് പെണ്ണെ, ഞാനിവിടെ ഒരു പണി ചെയ്യുന്നത് കണ്ടില്ലേ? സാവിത്രി വീണ്ടും ഒന്ന് കൈയോങ്ങിക്കൊണ്ട് പറഞ്ഞു. ഈ അമ്മയെ കൊണ്ട് തോറ്റു. ശ്രീലക്ഷ്മി ഒന്ന് ചോദിച്ചു. മറുപടി നൽകി കുടിച്ചുകൊണ്ടിരുന്ന ചായ ഗ്ലാസ് അവിടെ വച്ചിട്ട് ചവിട്ടി കുലുക്കിക്കൊണ്ട് പൂമുഖത്തേക്ക് നടന്നു. അവളുടെ ചോദിച്ചുകൊണ്ടുള്ള പ്രതികരണം കണ്ട് സാവിത്രിയുടെ ചുണ്ടിൽ ഒരു ചിരി ഉറിവന്നു. പൂമുഖത്തെത്തിയ ശ്രീലക്ഷ്മിയെ കണ്ട് മുറ്റത്തുള്ള പടിയിൽ കൈലിയും ടീഷർട്ടും ഇട്ട് ഒരു ചെറുപ്പക്കാരൻ പുറം തിരിഞ്ഞ് ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ടു നിൽക്കുന്നത്. ആരാ? എന്തു വേണം? തനിക്ക് തിരിഞ്ഞു നിൽക്കുന്ന ചെറുപ്പക്കാരനോട് ശ്രീലക്ഷ്മി ഒട്ടും മയമില്ലാതെ ചോദിച്ചു. അവളുടെ ചോദ്യം കേട്ട ചെറുപ്പക്കാരൻ ഒന്ന് തിരിഞ്ഞു. പുഞ്ചിരിച്ചുകൊണ്ട് തിരിഞ്ഞ അയാളുടെ കാപ്പിപ്പൊടി കളർ കണ്ണുകളാണ് അവളുടെ ശ്രദ്ധയിൽ ആദ്യം പതിഞ്ഞത്. അത്യാവശ്യം വെളുത്തിട്ട് നന്നായി ചീകി ഒതുക്കിയ മുടിയുമായി കുഴപ്പമില്ലാത്ത മീശയുള്ള സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. ശ്രീലക്ഷ്മി എന്ത് വേണമെന്ന് മുഖം കൊണ്ട് ആംഗ്യം കാണിച്ചു. കുട്ടി, മുതിർന്നവരാരുമില്ലേ ഇവിടെ? നിറഞ്ഞ പുഞ്ചിരിയോടെ സൗമ്യമായി അയാൾ ശ്രീലക്ഷ്മിയോട് ചോദിച്ചു. കുട്ടിയോ? ഏതു കുട്ടി? ഇയാൾക്ക് കണ്ണു കണ്ടൂടെ? എന്നെ കണ്ടിട്ട് മുതിർന്നെന്നൊന്നും തോന്നുന്നില്ലേ ഇയാൾക്ക്? തന്നെ കുട്ടിയെന്ന് അഭിസംബോധന ചെയ്തതിൽ നീരസം പൂട്ട ശ്രീലക്ഷ്മി അല്പം ശബ്ദമുയർത്തിക്കൊണ്ട് ഒരു മറുചോദ്യം ഉന്നയിച്ചു. ശ്രീലക്ഷ്മിയുടെ ചോദ്യത്തിന് മറുപടിയായി അയാൾ ഒന്ന് ചിരിച്ചു. എടോ, തനിക്ക് എന്തായാലും എന്നേക്കാൾ പ്രായം കുറവായിരിക്കും. അപ്പോൾ എനിക്ക് കുട്ടിയെന്നൊക്കെ വിളിക്കാം. അത് തെറ്റാണെങ്കിൽ മഹിളാമണി, ഒന്ന് അമ്മയെ വിളിക്കാമോ? ചിരിച്ചുകൊണ്ട് അയാൾ ശ്രീലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അയാളുടെ മറുപടിയിൽ ഒരു കളിയാക്കലിന്റെ സ്വരം ഉള്ളതുപോലെ തോന്നിയ ശ്രീലക്ഷ്മിയുടെ ഉള്ളിൽ അയാളോടുള്ള ദേഷ്യം നിറഞ്ഞു തുളുമ്പി. ശ്രീലക്ഷ്മി എന്തോ പറയാനാഞ്ഞപ്പോൾ പിന്നിൽ നിന്നും അവൾ സാവിത്രിയുടെ ശബ്ദം കേട്ടു. ശ്രീകുട്ടി, നീ ആരോടാ ഇങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കുന്നത്? പുറത്തെ ബഹളം കേട്ട് അടുക്കളയിൽ നിന്നും വന്നതായിരുന്നു അവർ. പൂമുഖത്തേക്കെത്തിയ സാവിത്രി ആ ചെറുപ്പക്കാരനെ ഒന്ന് നോക്കി. നമസ്കാരം അമ്മേ. അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് സാവിത്രിയെ നോക്കി തന്റെ കൈകൂപ്പി. ആ ചെറുപ്പക്കാരൻ തന്നെ അഭിവാദ്യം ചെയ്ത രീതി സാവിത്രിയിൽ ഒരു സന്തോഷം നിറച്ചു. എന്നാൽ ശ്രീലക്ഷ്മിക്ക് അയാൾ അമ്മയെ അഭിവാദ്യം ചെയ്ത രീതി കണ്ടപ്പോൾ ഉള്ളിൽ ചിരി പൊട്ടി. അവളത് അടക്കി പിടിച്ചു. മോനേതാ? മുമ്പിവിടെ കണ്ടിട്ടില്ലല്ലോ. സാവിത്രിയുടെ വാത്സല്യം കലർന്ന വാക്കുകളോടെ സാവിത്രി അയാളോട് ചോദിച്ചു. അമ്മേ, ഞാൻ അപ്പുറത്തെ വീട്ടിൽ പുതുതായി താമസിക്കാൻ വന്നതാ. ചെറുപ്പക്കാരൻ വിനയാന്വിതനായി സാവിത്രിക്ക് മറുപടി നൽകി. ഏത്, ആ വലിയ പുരയിടമൊക്കെയുള്ള വീട്ടിലാണോ? സാവിത്രി അയാളോട് ചോദിച്ചു. അയാൾ അതേന്ന് തലയാട്ടി. അവിടെ പുതിയ ആളുകൾ താമസിക്കാൻ വരുന്നുണ്ടെന്ന് ശ്രീകുട്ടിയുടെ അച്ഛൻ പറഞ്ഞിരുന്നു കുറച്ച് ദിവസം മുൻപ്. ഏതായാലും മോൻ കയറിയിരിക്കെ. പൂമുഖത്തെ കസേര ചൂണ്ടിക്കൊണ്ട് സാവിത്രി അയാളോട് പറഞ്ഞു. അയാൾ പൂമുഖത്തേക്ക് കയറി ആ കസേരയിൽ ഇരുന്നു. എന്താ മോന്റെ പേര്? മോന്റെ കൂടെ ആരൊക്കെയുണ്ട് ആ വീട്ടില്? സാവിത്രി ഒരു പുഞ്ചിരിയോടെ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു. അമ്മ, എന്റെ പേര് ദേവദത്തൻ. ഇപ്പൊ ആ വീട്ടിൽ ഞാനും എന്റെ അകന്നൊരു ബന്ധുവുമാണ് ഉള്ളത്. അച്ഛനും അമ്മയും ഞങ്ങളുടെ തറവാടില്ല. വട്ടപ്പാറ ഭാഗത്ത് 2-3 ദിവസമായതേ ഉള്ളൂ ഇങ്ങോട്ട് വന്നിട്ട്. രാവിലെ കുറച്ച് പാലിന്റെ ആവശ്യമുള്ളത് കൊണ്ട് ചുറ്റുവട്ടത്തൊക്കെ അന്വേഷിച്ചപ്പോ ഇവിടെ കറവയുള്ള കാര്യം ചിലര് പറഞ്ഞിരുന്നു. അതുകൊണ്ടാ രാവിലെ ഇത്തിരി പാല് കിട്ടുമോന്നറിയാൻ വേണ്ടി വന്നത്. ദേവദത്തൻ പുഞ്ചിരിച്ചുകൊണ്ട് സാവിത്രിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതിനെന്താ, നാളെ തൊട്ട് രാവിലെ വന്നോളൂ, നമുക്ക് ശരിയാക്കാം. സാവിത്രിയുടെ വാക്കുകളിൽ ദേവദത്തനോടുള്ള വാത്സല്യം നിറഞ്ഞു. സാവിത്രിക്ക് ദേവദത്തന്റെ ചിരിച്ചുകൊണ്ടുള്ള വിനയത്തോടുള്ള സംസാര രീതി വളരെ നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോഴേക്കും പുറത്തെ ചില പണികളൊക്കെ കഴിഞ്ഞ് ശ്രീലക്ഷ്മിയുടെ അച്ഛൻ ചന്ദ്രശേഖരനും എത്തിച്ചേർന്നു അവിടേക്ക്. ചന്ദ്രശേഖരന് സാവിത്രി ദേവദത്തനെ പരിചയപ്പെടുത്തി. ദേവദത്തൻ വിനയ പുരസ്സരം അയാളെ തൊഴുതു. ചന്ദ്രശേഖരൻ ദേവദത്തനോട് പല കാര്യങ്ങളും ചോദിച്ചു. അക്കൂട്ടത്തിൽ അയാൾ തന്റെ കുടുംബത്തെ ദേവദത്തന് പരിചയപ്പെടുത്തി. ദേവ, ഇത് എന്റെ ഭാര്യ സാവിത്രി. ഇത് ഞങ്ങളുടെ ഒരേ ഒരു മകൾ ശ്രീലക്ഷ്മി.
കവലയിൽ എനിക്കൊരു പലചരക്ക് കടയുണ്ട്. പിന്നെ ഈ പശുക്കളും ചുറ്റുവട്ടത്ത് ഇത്തിരി കൃഷിയും. ചന്ദ്രശേഖരൻ ദേവദത്തന് തന്റെ കുടുംബത്തെ പരിചയപ്പെടുത്തി. ദേവദത്തൻ എല്ലാം ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു. കുറച്ചുനേരം ചന്ദ്രശേഖരനോടും സാവിത്രിയോടും സംസാരിച്ചതിന് ശേഷം ദേവദത്തൻ എല്ലാവരോടും പോകാൻ ധൃതിയുണ്ടെന്നും പറഞ്ഞ് ഇറങ്ങാനൊരുങ്ങുമ്പോൾ ആ കാപ്പിപ്പൊടി കണ്ണുകൾ തന്നെയും തേടി തന്നിൽ നിൽക്കുന്നത് ശ്രീലക്ഷ്മി അറിഞ്ഞു. തിളക്കമാർന്ന കണ്ണുകളിലേക്ക് അവളൊരു നിമിഷം ഇമകൾ അനക്കാതെ നോക്കി നിന്നുപോയി. ദേവദത്തൻ ആരും അറിയാതെ ശ്രീലക്ഷ്മിയെ നോക്കിയൊന്ന് കണ്ണിറുക്കി. ശ്രീലക്ഷ്മി ഉള്ളിൽ നുരഞ്ഞു പൊങ്ങിയ കോപം കടിച്ചമർത്തി. വഷളൻ! ദേവദത്തൻ നടന്നു പോകുന്നത് നോക്കിക്കൊണ്ട് ശ്രീലക്ഷ്മി അമർഷത്തോടെ മന്ത്രിച്ചു. നല്ലൊരു കൊച്ചൻ, എന്തൊരു വിനയത്തോടെയുള്ള സംസാരം! കണ്ടുപഠിക്കടി. ആ കൊച്ചനുമായി ഒച്ചയിടുന്നത് കണ്ടല്ലോ. വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? നടന്നു പോകുന്ന ദേവദത്തനെ നോക്കിക്കൊണ്ട് സാവിത്രി ശ്രീലക്ഷ്മിയോട് പറഞ്ഞു. പിന്നെ അയാൾ എന്നെ കല്യാണം കഴിക്കാൻ വന്നതല്ലേ, അങ്ങോട്ട് പെരുമാറാൻ ഇങ്ങനെയൊക്കെ മതി തൽക്കാലം. ഒന്ന് മുഖം കോട്ടിക്കൊണ്ട് നടന്നകന്ന ദേവദത്തനെ നോക്കി ശ്രീലക്ഷ്മി പറഞ്ഞു. അങ്ങനെ പറയാതെ മോനെ, ഇനി ആ കൊച്ചെങ്ങാനും മോളെ വന്ന് കെട്ടിയാലോ? ശ്രീലക്ഷ്മിയെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് ചന്ദ്രശേഖരൻ പറഞ്ഞു. അച്ഛാ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, അല്ലെങ്കിലും കണ്ടാ മതി. അയാളുടെ അതിവിനയവും ആ കാപ്പി കളർ കണ്ണും ഒരമർഷത്തോടെ ശ്രീലക്ഷ്മി മറുപടി നൽകി. ഈ പറയുന്ന നിനക്ക് പിന്നെ കറുത്ത കണ്ണുകളാണല്ലോ. നിന്റെ നീലക്കണ്ണിലെ ഭാവം എന്താണെന്ന് പലപ്പോഴും എനിക്ക് മനസ്സിലാവാതില്ല. അവൾ ആ കൊച്ചന്റെ കണ്ണിനെ കുറ്റം പറയുന്നു. സാവിത്രി ശ്രീലക്ഷ്മിയെ കളിയാക്കി. അച്ഛനെയും അമ്മയും അമർഷത്തോടെ ഒന്ന് നോക്കി ശ്രീലക്ഷ്മി അകത്തേക്ക് നടന്നു. അവളുടെ ചവിട്ടിക്കുലുക്കിയുള്ള പോക്ക് കണ്ട് അച്ഛനമ്മമാർ പൊട്ടിച്ചിരിച്ചു. തുടരും.